നമ്മുടെ എൻ കെ പ്രേമേന്ദ്രൻ എം പി കഴിഞ്ഞ ദിവസം രാത്രി തിടുക്കപ്പെട്ടൊരു വാർത്താ സമ്മേളനമൊക്കെ നടത്തി പുതിയ DGPയെ കുറിച്ചൊക്കെ കുറേ പറഞ്ഞു. അദ്ദേഹം കുറേ വർഷമായിട്ട് ഇപ്പോൾ MP ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ UDF അധികാരത്തിൽ വരുമെന്ന് കണ്ടിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. എന്താണ് ഇന്നലത്തെ സംഭവം? എന്താണ്? അതൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണം തന്നെയാണ് CPM RSS നെക്സസ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിൻ്റെ ഏറ്റവും പുതിയ ഒരു അനന്തരഫലമാണ് ഇപ്പോൾ ഇന്നലെ ഉണ്ടായ മെനഞ്ഞാന്നുണ്ടായ DGP അല്ലേ, DGPയുടെ പുതിയ റവാഡ ചന്ദ്രശേഖർ പുതിയ സംസ്ഥാന പോലീസിന്റെ ചീഫായിട്ട് അദ്ദേഹത്തിന് തിരഞ്ഞെടുത്തത് ഇതിന്റെ ഒരു ഇതാണെന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഇപ്പൊ പറയുന്ന ഇതിനെപ്പറ്റി പറയുന്നുള്ളത് ഈ കൂത്തുപറമ്പ് സംഭവം നവംബർ 25, 1993 അന്നുണ്ടായ സംഭവത്തിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ആ സംഭവം MV ജയരാജനെതിരെ DYFI പ്രതിഷേധം നടത്തിയതും തുടർന്ന് അവിടെ ഉണ്ടായ വെടിവയ്പ്പും അപ്പോൾ 5 DYFIക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതും പിന്നീട് സഖാവ് പുഷ്പൻ എന്ന് പറയുന്ന അവരുടെ 30 വർഷത്തോളം കിടപ്പിലായ കഴിഞ്ഞ വർഷം അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അവിടെ പറയുന്നത് അന്ന് ഇവർ ഒരു ആരോപണം, ശക്തമായ ആരോപണം, അത് വധശ്രമമല്ല, കൊലപാതക കുറ്റം ആണ് ഇവർ അന്നത്തെ അതായത് അന്ന് ചുമതലയിലുണ്ടായിരുന്ന റവാഡ ചന്ദ്രശേഖറിന് നേരെ ചുമത്തിയിരുന്നത്. ഇപ്പോൾ 17 വർഷത്തോളം അന്ന് CPMന്റെ പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായിരുന്ന ഒരു അംഗം മുഖ്യമന്ത്രി ആയിരുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കോട്ട് ചെയ്ത് പറയാണ്. മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും 17 വർഷത്തോളമാണ് റവാഡ ചന്ദ്രശേഖരനെ ഇവർ വേട്ടയാടിയത്, കോടതിക്ക് പുറത്തും വെളിയിലും. അപ്പോൾ കോടതിക്ക് പുറത്തും അകത്തും. അപ്പോൾ 2012 കോടതി ഇദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കി. അപ്പോൾ അതിനുശേഷം ഇവർ ഈ പറയുന്ന ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ അറിയാലോ, ഈ പരിയാരം മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടാണ് കർണാടക സർക്കാരിന്റെ കാലഘട്ടത്തിൽ. അപ്പോൾ അത് ഈ സ്വാശ്രയ മെഡിക്കൽ കോളേജ്, ഇവർക്കത് വിദ്യാഭ്യാസത്തിനെതിരെ ഇവരുടെ നയം, CPMന്റെ ഇടതുപക്ഷ സംഘടനകളുടെ എല്ലാം നയം സ്വാശ്രയ സ്ഥാപനങ്ങൾക്കെതിരെയായിരുന്നു. പക്ഷേ ഈ 2012 ശേഷം ഈ പിണറായി സർക്കാർ 2016 വരുന്നു. അതിനുശേഷം ഇവർക്ക് ഈ സ്വാശ്രയ നയം അതിൽ വെള്ളം ചേർക്കുന്നുണ്ട്. അതായത് സ്വാശ്രയ കോളേജുകൾക്ക് ഇവർ വെള്ളം ചേർത്തു. അന്ന് നമ്മൾ കണ്ടതാണ്, ഇവർ ഈ പുഷ്പനെ അറിയാമോ എന്നൊക്കെ ഉള്ള പാട്ടൊക്കെ പാടി ഇവരെ ഇതൊക്കെ ചെയ്യുമ്പോഴും അതിന്റെ മറുവശത്ത് ഇവർ ഈ സ്വാശ്രയ കോളേജുകളോടുള്ള നയം മാറ്റി. അപ്പൊ ഈ പുഷ്പൻ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നൊക്കെ ഉള്ള ചോദ്യമൊക്കെ അവിടെ വരികയും സഖാക്കൾ പ്ലിങ് ആയി പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന, അതായത് ഇവർ ഇത്രയും വേട്ടയാടിയ ഒരു ഉദ്യോഗസ്ഥനെ ഇദ്ദേഹം ഉന്നയിക്കുന്ന ഈ ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം കേന്ദ്രം കൊടുത്ത പട്ടികയിൽ 3 ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ചേട്ടനറിയാലോ. അതിൽ നിതിൻ അഗർവാൾ എന്ന് പറഞ്ഞാൽ 3 അവസാനം വന്നതാണ്, 4ാമത്തെ ആളാണ് നിതിൻ അഗർവാൾ. മൊത്തം 5 പേരുണ്ട്. അപ്പൊ അതിൽ നിതിൻ അഗർവാളിന് ഏറ്റവും സീനിയോറിറ്റി ഉള്ളത് അദ്ദേഹത്തിനാണ് സർവീസിൽ. അപ്പൊ അതിനെ മറികടന്ന് റവാഡ ചന്ദ്രശേഖരനെ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? അതിൽ ദുരൂഹതയുണ്ട് എന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് അവിടെയാണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദുരൂഹത ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം റവാഡ ചന്ദ്രശേഖർ ഇവരുടെ ശത്രുപക്ഷത്തുള്ള ഒരാളാണ്. ഇവരത്ര പെട്ടെന്ന് മാപ്പൊക്കെ നൽകി യേശുക്രിസ്തു ആവുന്ന തരത്തിലുള്ള അങ്ങനത്തെ കൂട്ടത്തിലുള്ള ഒരാൾക്കാരൊന്നും അല്ലല്ലോ. അപ്പോൾ ഇവർ ഈ റവാഡ ചന്ദ്രശേഖരനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് അതിൽ ദുരൂഹതയുണ്ടെന്നും അതിൽ ഇദ്ദേഹം പറയുന്നത് CPM RSS ബന്ധം, അതായത് ഈ റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ചേട്ടനറിയാലോ, ഈ കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗത്തിൽ സ്പെഷ്യൽ ഡയറക്ടർ ആയിരുന്ന വ്യക്തിയാണ്. അതായത് മോദിയുടെ സുരക്ഷാ സേനയുടെ തലവനായിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രി മോദിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നാണ് ഇദ്ദേഹത്തിനെ പറ്റി പറയുന്നത്. അപ്പം അങ്ങനെ ഒരാളെ ഇവിടേക്ക് അയച്ചിരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ഒരു ലക്ഷ്യം ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് ഇവർ തമ്മിലുള്ള ഒരു രഹസ്യ ഡീല് അത് ഉണ്ട്. ആ ഡീലിന്റെ ഏറ്റവും പുതിയ ഒരു എന്താ പറയുക, ഒരു ഉദാഹരണമാണ് ഇതിവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു നിയമനം, റവാഡയുടെ നിയമനം മുൻപും നടന്നിട്ടുണ്ട്, അതിന് സമാനമായിട്ടൊരു നിയമനം മുൻപും നടന്നിട്ടുണ്ട്. അതായത് ലോക്നാഥ് ബെഹ്റയുടെ നിയമനത്തിലേക്കാണ് അദ്ദേഹം പറയുന്നത്. അതായത് 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണത്തിൽ വന്നതിന് ശേഷം ആ ദിവസം തന്നെ, ഭരണത്തിൽ ഓഫീസ് അസ്യൂം ചെയ്ത ആ ദിവസം തന്നെ പ്രധാനമന്ത്രി വന്നിരുന്നു കേരളത്തിൽ. അവർ മീറ്റ് ചെയ്തതിന്, അവരുടെ ആ ഒരു മീറ്റിങ്ങിന് ശേഷം അന്ന് അർദ്ധരാത്രി ആണ് ലോക്നാഥ് ബെഹ്റയെ, സെൻകുമാറിനെ മാറ്റി ലോക്നാഥ് ബെഹ്റയെ DGP ആക്കി നിയമിച്ചത്. അപ്പൊ അതിൽ വളരെ ദുരൂഹതകൾ അന്നും ഇങ്ങനെ ചർച്ചകളിൽ ഉണ്ടായിരുന്നു. ഇതിൽ ദുരൂഹതയുണ്ട് എന്നും മറ്റുള്ള കാര്യങ്ങൾ. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഒരുപാട് മോദിയുമായിട്ടുള്ള ഒരുപാട് ടൈസ്, അതല്ലെങ്കിൽ എന്താ പറയുക, ബന്ധം ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതായത് ഇതിനകത്ത് അവർ ഉന്നയിക്കുന്ന നമ്മുടെ കോൺഗ്രസിലെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നിട്ടുള്ള K. സുധാകരൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത്
ഈ ഗുജറാത്ത് മന്ത്രി ആയിരുന്ന ഒരു ഹരൺ പാണ്ഡ്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ 2002 ഗുജറാത്ത് കലാപം അഴിച്ചുവിട്ടത് മോദിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സൂത്രധാരൻ മോദിയാണ് എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ച ഒരു ഗുജറാത്ത് മന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടു. ഈ കേസ് അന്വേഷിച്ചത് ലോക്നാഥ് ബെഹ്റയാണ്. അപ്പോൾ ഇതിൽ മോദിക്ക് ക്ലീൻ ചിറ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ലോക്നാഥ് ബെഹ്റയ്ക്ക് ഇതിന് കൃത്യമായിട്ടുള്ള ഇതിനെ പറ്റിയുള്ള വിവരങ്ങൾ കയ്യിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു തരത്തിൽ ഇവർ തമ്മിലൊരു ഡീലുണ്ട്, മോദിയും ലോക്നാഥ് ബെഹ്റയും തമ്മിൽ. അത് രണ്ടാമത്തത് ഇസ്രത് ജഹാൻ കേസ്. ഇത് ഒരു എൻകൗണ്ടർ കേസാണ്, ഏറ്റുമുട്ടൽ കൊലപാതകമാണ്. ഇതിലും മോദിക്കും അമിത്ഷായ്ക്കും പങ്കുണ്ടെന്നും ഈ കേസ് അന്വേഷിച്ചതും ലോക്നാഥ് ബെഹ്റ തന്നെയാണ്. അപ്പോൾ ഇതിലും ഇവർക്കെതിരെ കൃത്യമായ തെളിവുകൾ ലോക്നാഥ് ബെഹ്റയ്ക്ക് കയ്യിലുണ്ടെന്നും, പക്ഷേ അദ്ദേഹം തെറ്റായിട്ടുള്ള അന്വേഷണ പത്രമാണ്, FIR ആണ് ഇവർക്ക് കൊടുത്തതെന്നും അങ്ങനെയാണ് ഇവർ രക്ഷപ്പെട്ടതെന്നും ഒക്കെയാണ് കെ സുധാകരൻ്റെ വാദഗതികൾ. അപ്പോൾ ഈ ഇത്തരത്തിലുള്ളൊരു ഓഫീസറിനെ അന്ന് അർദ്ധരാത്രി ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് RSS CPM ബന്ധം അവിടെ അവർ കൃത്യമായിട്ട് ആരോപിക്കുന്നുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ 2016 അതായത് ഈ ബന്ധം ഇതൊക്കെ തുടങ്ങുന്നത് എവിടെ മുതലാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഈ പറയുന്ന CPM RSS ഒരു നെക്സസ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ബന്ധം തുടങ്ങുന്നത് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണത്തിന് വന്നതിന് ശേഷം ഒരു ആത്മീയ ആചാര്യനായിട്ടുള്ള ശ്രീ M എന്ന് പറയുന്ന അദ്ദേഹവുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഈ ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് CPM RSS ഒരു രഹസ്യ മീറ്റിംഗ് നടന്നിരുന്നു. ഈ മീറ്റിംഗിൽ അതായത് ഇത് കണ്ണൂരിൽ ഉണ്ടാവുന്ന രക്തച്ചൊരിച്ചിലുകൾ നിർത്താൻ വേണ്ടി, അതായത് CPM RSS തമ്മിൽ അറിയാലോ, അവർ തമ്മിൽ കണ്ടാൽ കീരിയും പാമ്പുകളാണ്. അപ്പോൾ എല്ലാ വർഷവും അവിടെ ഒരു എന്താ പറയുക, കൊലപാതകങ്ങൾ നടക്കുന്നതിൽ ഒരു കുറവുമില്ലായിരുന്നു രണ്ട് പക്ഷത്തും. അപ്പോൾ അതിനൊരു അറുതി വരുത്തണം എന്നുള്ള രീതിയിൽ ആത്മീയ ആചാര്യനായിട്ടുള്ള ശ്രീ എമ്മിൻ്റെ നേതൃത്വത്തിൽ P. ജയരാജനും അദ്ദേഹം P. ജയരാജനെ പോയി കണ്ടിട്ടാണ് ഈ മീറ്റിങ്ങിനുള്ള ഇതൊക്കെ തുടങ്ങി വെച്ചത്. അപ്പോൾ അതിന് പിണറായി വിജയനും CPM നേതാക്കളും, പ്രധാനപ്പെട്ട CPM നേതാക്കളും RSS നേതാക്കളും തമ്മിൽ രഹസ്യയോഗം നടക്കുകയും അതിനുശേഷം ക്രമാതീതമായിട്ട് ഇത് കുറഞ്ഞു വരികയും നമുക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ മറ്റൊരു ആരോപണം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൽ ഈ കെ സുധാകരൻ തന്നെ രംഗത്ത് വന്നിരുന്നു. അത് കഴിഞ്ഞ വർഷമായിരുന്നു. അതായത് ഈ CPM ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അതായത് മുസ്ലിം വർഗീയ സംഘടനകളുമായിട്ട് ഒരു ഡിസ്റ്റൻസ് ഇടുന്നുണ്ട്, ഒരു അകലം ഇടുന്നുണ്ട്. അതായത് ജമാഅത്ത് ഇസ്ലാമി, SDPI ഇങ്ങനെയുള്ള സംഘടനകളുമായിട്ട് കുറച്ച് അകലം ഇടുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ നിലമ്പൂർ ഇതിൽ തന്നെ തിരഞ്ഞെടുപ്പിൽ തന്നെ നമ്മളത് കണ്ടതാണ്, ഇങ്ങനെ ഒരു അകലമിടുന്നത്. അപ്പോൾ ഈ SDPI ഇങ്ങനെയുള്ള സംഘടനകൾ, അതല്ലെങ്കിൽ PDP ആയിട്ട് 2009 ഇവർ പബ്ലിക്കായിട്ട് ഉള്ള ഒരു സഖ്യം ചേർന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരുമായിട്ട് അകലമിടുന്നത് ഈ സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്നാണ് പറയുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, ഈ ശ്രീ M എന്ന് പറയുന്ന ആത്മീയ ആചാര്യന് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ യോഗാ സ്ഥാപനത്തിന് വേണ്ടി 4 ഏക്കറാണ് പിണറായി വിജയൻ അനുവദിച്ച് നൽകിയത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു എന്താ പറയുക, ഒരു പുകമറ ഇതിലുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ റവാഡ ചന്ദ്രശേഖരനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളതും മോദിയുടെ തന്നെ ഒരു കളിയാകാനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.